വെൽക്കം ബാക്ക് ടു ലേണേഴ്സ് കോർണർ. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് 2ാം ക്ലാസ്സിലെ ഇംഗ്ലീഷ് ടെക്സ്റ്റ് ബുക്കിലെ 5ാമത്തെ യൂണിറ്റിലുള്ള ഒരു കുഞ്ഞു പോമാണ്. അപ്പോൾ ഈ ഒരു പോയത്തിൻ്റെ പേര് ഗേൾസ് ആൻഡ് ബോയ്സ് കം ഔട്ട് ടു പ്ലേ എന്നുള്ളതാണ്. ഗേൾസ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം എന്താണ്, പെൺകുട്ടികൾ അല്ലേ. ബോയ്സ് എന്ന് പറഞ്ഞാൽ ആൺകുട്ടികൾ. കം ഔട്ട് ടു പ്ലേ, അപ്പം ആൺകുട്ടികളെയും പെൺകുട്ടികളെയും വിളിക്കുകയാണ്, പുറത്തേക്ക് വന്ന് കളിക്കൂ എന്ന് പറയാണ്. ഇനി നമുക്ക് പോം നോക്കാം. ഗേൾസ് ആൻഡ് ബോയ്സ് കം ഔട്ട് ടു പ്ലേ. അപ്പോൾ ആ ഒരു ടൈറ്റിൽ തന്നെയാണ് ഫസ്റ്റ് ലൈനായിട്ട് വരുന്നത്. എന്താ പറയുന്നത്? ഗേൾസിനോടും ബോയ്സിനോടും കം ഔട്ട് ടു പ്ലേ, പുറത്തേക്ക് വന്ന് കളിക്കൂ എന്ന് പറയാണ്. ദ മൂൺ ഡസ് ഷൈൻ ആസ് ബ്രൈറ്റ് ആസ് ഡേ. മൂൺ എന്ന് പറഞ്ഞാൽ എന്താണ്? ചന്ദ്രൻ അല്ലേ. രാത്രിയിൽ നമ്മൾ ആകാശത്ത് കാണുന്ന ആളാണ് ആര്? ചന്ദ്രൻ, അതാണ് മൂൺ. അപ്പം ദ മൂൺ ഡസ് ഷൈൻ, ഷൈൻ എന്ന് പറഞ്ഞാൽ തിളങ്ങുക അല്ലേ. അപ്പോൾ മൂണ് രാത്രിയിൽ ചന്ദ്രൻ ഇങ്ങനെ തിളങ്ങുന്നുണ്ട്. ആസ് ബ്രൈറ്റ് ആസ് ഡേ. അപ്പോൾ രാവിലെ എങ്ങനെയാണ്? പകൽ സമയം നല്ല ബ്രൈറ്റായിട്ട് സൂര്യൻ്റെ ലൈറ്റ് കൊണ്ട് നമ്മളുടെ ഭൂമി മുഴുവൻ എന്താണ്? നല്ല ബ്രൈറ്റായിട്ട് കാണപ്പെടും, നമുക്ക് നല്ല വെളിച്ചം ഉണ്ടാവും അല്ലേ. അതേപോലെ രാത്രിയിൽ മൂണ് നല്ല തിളങ്ങി നിൽക്കുകയാണ്. അത്രയ്ക്ക് ബ്രൈറ്റാണ്, പകൽ പോലെ ബ്രൈറ്റാണ് രാത്രി ഈ ഒരു ചന്ദ്രൻ്റെ ഷൈന് കൊണ്ട്, തിളക്കം കൊണ്ട് എന്ന് പറയാണ്. ലീവ് യുവർ സപ്പർ ആൻഡ് ലീവ് യുവർ സ്ലീപ്പ് ആൻഡ് ജോയിൻ യുവർ പ്ലേ ഫെലോസ് ഇൻ ദ സ്ട്രീറ്റ്. അപ്പോൾ എന്താ പറയുന്നത്? ലീവ് യുവർ സപ്പർ. സപ്പർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ രാത്രി കഴിക്കുന്ന ആഹാരം, അത്താഴം, അതാണ് സപ്പർ. അപ്പോൾ ലീവ് യുവർ സപ്പർ, നിങ്ങൾ നിങ്ങളുടെ സപ്പർ, അത്താഴം, അതൊക്കെ ഒഴിവാക്കൂ. പിന്നെന്താണ്? ആൻഡ് ലീവ് യുവർ സ്ലീപ്പ്, നിങ്ങളുടെ ഉറക്കം. രാത്രിയിലാണല്ലേ നമ്മൾ ഉറങ്ങുക, അത്താഴം കഴിച്ചിട്ട് രാത്രിയിലാണ് ഉറങ്ങുക സപ്പർ കഴിഞ്ഞിട്ട് അല്ലേ. അപ്പം നിങ്ങൾ നിങ്ങളുടെ സപ്പറും അതേപോലെ നിങ്ങളുടെ ഉറക്കവും നിങ്ങൾ മാറ്റി വെക്കൂ, അതൊക്കെ നിങ്ങൾ ലീവ് ചെയ്യൂ. ആൻഡ് ജോയിൻ യുവർ പ്ലേ ഫെലോസ് ഇൻ ദ സ്ട്രീറ്റ്. പ്ലേ ഫെലോസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കളിക്കൂട്ടുകാർ, നിങ്ങളുടെ കൂടെ കളിക്കുന്ന കുട്ടികൾ. ഓക്കെ. ആൻഡ് ജോയിൻ യുവർ പ്ലേ ഫെലോസ് ഇൻ ദ സ്ട്രീറ്റ് എന്നാണ് പറഞ്ഞത്. അതായത് നിങ്ങളുടെ കളിക്കൂട്ടുകാരുടെ കൂടെ, നിങ്ങളുടെ പ്ലേ ഫെലോസിൻ്റെ കൂടെ നിങ്ങൾ ജോയിൻ ചെയ്യൂ. എവിടെ? ഇൻ ദ സ്ട്രീറ്റ്, അതായത് തെരുവിലുള്ള, ഈ ഒരു തെരുവിലുള്ള നിങ്ങളുടെ പിന്നെ പ്ലേ ഫെലോസിൻ്റെ കൂടെ നിങ്ങൾ ജോയിൻ ചെയ്ത് നിങ്ങൾ കളിക്കൂ, ഹാപ്പി ആയിട്ട് ഇരിക്കൂ എന്നാണ് പറയുന്നത്. ഓക്കെ. അപ്പോൾ ഇവിടെ ലീവ് യുവർ സപ്പർ ആൻഡ് ലീവ് യുവർ സ്ലീപ്പ് എന്ന് പറയുന്നില്ലേ, ഇത് ഈ ഒരു പോം എഴുതപ്പെട്ടിട്ടുള്ളത് ഇംഗ്ലണ്ടിലാണ്. ഈ ഒരു എന്താ പറയുക, ചൈൽഡ് ലേബറൊക്കെ ഉള്ള കാലത്താണ് ഈ ഒരു പോം എഴുതിയിട്ടുള്ളത് എന്നാണ് പറയപ്പെടുന്നത്. സോ ചൈൽഡ് ലേബർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കുഞ്ഞു കുട്ടികളെ കൊണ്ട് ജോലി ചെയ്യിപ്പിക്കില്ലേ, അവരെ എന്താണ് ഫോഴ്സ് ചെയ്ത് ജോലി ചെയ്യിപ്പിക്കില്ലേ, അതിനെയാണ് ചൈൽഡ് ലേബർ എന്ന് പറയുക, അതായത് ബാലവേല. ഓക്കെ. അപ്പോൾ അന്നത്തെ കാലത്തുള്ളൊരു പോമാണ് ഇത്. സോ എന്താണ്, അതുകൊണ്ടാണ് അവരോട് പറയുന്നത്, അവർക്ക് പകൽ സമയത്തൊക്കെ അവർക്ക് ജോലി ചെയ്യുന്ന സമയമായിരിക്കുമല്ലോ, അപ്പോൾ രാത്രിയിലെങ്കിലും അവർ കളിക്കട്ടെ എന്ന് വിചാരിച്ചിട്ട്, അങ്ങനെയെങ്കിലും അവർക്ക് കുറച്ചൊരു ഹാപ്പി ആയിട്ടുള്ള മൊമെൻറ്റ്സ് ഉണ്ടാവട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ഒരു പക്ഷേ ഇവിടെ ഈ ഒരു ലൈൻ ഉദ്ദേശിക്കുന്നത്. ലീവ് യുവർ സപ്പർ, നിങ്ങൾ നിങ്ങളുടെ എന്താണ് അത്താഴവും അതേപോലെ നിങ്ങളുടെ ഉറക്കവും ഉപേക്ഷിക്കൂ, എന്നിട്ട് നിങ്ങൾ നിങ്ങളുടെ കൂട്ടുകാരുടെ ഒപ്പം സ്ട്രീറ്റിൽ കളിക്കൂ. നിങ്ങൾ അത്രയും സമയമെങ്കിലും, രാത്രിയെങ്കിലും രാത്രി നിങ്ങൾക്ക് എന്താണ് നിങ്ങളുടെ പ്ലേമേറ്റ്സിൻ്റെ കൂടെ കളിക്കാൻ ഉള്ളൊരു സാഹചര്യം ഉണ്ടാവട്ടെ, നിങ്ങൾ ഹാപ്പി ആയിട്ട് ഇരിക്കട്ടെ എന്നുള്ളതാണ് ഈ ഒരു ലൈൻസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതായത് ഒരു മനുഷ്യൻ്റെ കാര്യം എടുക്കുകയാണെങ്കിലും ഒരു മനുഷ്യായുസ്സിൽ മുഴുവൻ നമ്മൾ നോക്കുന്ന സമയത്ത് നമ്മളുടെ ഏറ്റവും മനോഹരമായ കാലം എന്ന് പറയുന്നത് ഏതാണ്? കുട്ടിക്കാലമാണ് അല്ലേ. അപ്പോഴാണ് നമുക്ക് എന്താണ് ഒരുപാട് ഫ്രണ്ട്സ് ഉണ്ടാവും, നമ്മൾ അവരുടെ കൂടെയൊക്കെ കളിക്കും, നമുക്ക് ഒരുപാട് മെമ്മറബിൾ ആയിട്ടുള്ള മൊമെൻറ്റ്സ് ഉണ്ടാവും, ഒക്കെ ഉണ്ടാവും. നമ്മൾ ഹാപ്പി ആയിട്ട് ഒന്നും ചിന്തിക്കാനും ടെൻഷനും ഒന്നും ഉണ്ടാവാത്തൊരു കാലമാണ് നമ്മളുടെ കുട്ടിക്കാലം എന്ന് പറയുന്നത്. പക്ഷേ ഇവിടെ ഈ ഒരു പോയത്തിൽ കൊടുത്തിട്ടുള്ള കുട്ടികളുടെ അവസ്ഥ അതല്ല. അവർ പകൽ മുഴുവൻ എന്താണ് കഠിനാധ്വാനം ചെയ്യുകയാണ്, ബാലവേല ചെയ്യുകയാണ്. അപ്പോൾ അവർക്ക് രാത്രിയെങ്കിലും ഒരു ആശ്വാസം ഉണ്ടായിക്കോട്ടെ, അവർ ഹാപ്പി ആയിക്കോട്ടെ. കുട്ടികൾ ചെയ്യേണ്ട കാര്യങ്ങൾ എന്താണ്? കളിക്കുക, അവർ ഹാപ്പി ആയിട്ടിരിക്കുക, രസകരമായ കാര്യങ്ങളൊക്കെ ചെയ്യുക, പഠിക്കുക, ഇതൊക്കെയാണ് കുട്ടികൾ ചെയ്യേണ്ടത് അല്ലേ. പക്ഷെ അവർക്കതൊന്നും ചെയ്യാനുള്ള സാഹചര്യം ഉണ്ടാവുന്നില്ല. സോ പകലില്ലാത്തത് കൊണ്ട് രാത്രിയിൽ എന്താണ് ഈ സപ്പറും അതേപോലെ സ്ലീപ്പും ഒക്കെ ഒന്ന് സ്കിപ്പ് ചെയ്തിട്ട് അവർക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ അവർക്ക് കളിക്കാനും ഒക്കെ പറ്റട്ടെ എന്നുള്ളതാണ് ഈ ഒരു ലൈൻസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് കേട്ടോ.
ഇവിടെ താഴെ ബ്രാക്കറ്റിൽ ഗേൾസ് ആൻഡ് ബോയ്സ് എന്ന് കൊടുത്തിട്ടുണ്ട്. അത് ആ ലൈൻ റിപ്പീറ്റ് ചെയ്യാനാണ്. ഇനി നമുക്ക് ബാക്കി നോക്കാം. കം വിത്ത് എ ഡോൾ ആൻഡ് കം വിത്ത് എ ബോൾ. കം വിത്ത് എ ഗുഡ് വിൽ ഓർ കം നോട്ട് അറ്റ് ഓൾ. അപ്പോൾ എന്താ പറയുന്നത്? കം വിത്ത് എ ഡോൾ. ഡോൾ എന്ന് പറഞ്ഞാൽ പാവ അല്ലേ, പാവക്കുട്ടീനെയും കൊണ്ട് വരൂ. കം വിത്ത് എ ബോൾ, ഒരു എന്താണ് ബോൾ എന്ന് പറഞ്ഞാൽ പന്ത് അല്ലേ, പിന്നെ പന്തും കൊണ്ടുവരൂ, കളിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ഡോള് കൊണ്ടുവരാൻ പറയുന്നുണ്ട്, അതുപോലെ എന്താണ് പന്ത് കൊണ്ടുവരാൻ, ബോൾ കൊണ്ടുവരാനും പറയുന്നുണ്ട്. പിന്നെ എന്താ പറയുന്നത്? കം വിത്ത് എ ഗുഡ് വിൽ, നല്ലൊരു മനസ്സുമായിട്ട് വരൂ, ഹാപ്പി ആയിട്ടുള്ളൊരു മനസ്സുമായിട്ട് വരൂ. ഓർ കം നോട്ട് അറ്റ് ഓൾ, അല്ലെങ്കിൽ വരികയേ ചെയ്യരുത് എന്നാണ് പറയുന്നത്. നെക്സ്റ്റ് നോക്കാം. അപ്പ് ദ ലാഡർ ആൻഡ് ഡൗൺ ദ വാൾ, ജോയിൻ യുവർ പ്ലേ ഫെലോസ് ഇൻ ദ സ്ട്രീറ്റ്. അപ്പോൾ അപ്പ് ദ ലാഡർ, ലാഡർ എന്ന് പറഞ്ഞാൽ എന്താണ്? ഏണി, ഏണിയുടെ മുകളിൽ. ആൻഡ് ഡൗൺ ദ വാൾ, വാൾ മീൻസ് എന്താണ്? ചുവര് അല്ലേ, മതിൽ. മതിലിൻ്റെ താഴെ. ജോയിൻ യുവർ പ്ലേ ഫെല്ലോസ്, നിങ്ങളുടെ പ്ലേ ഫെല്ലോസിൻ്റെ കൂടെ കൂടൂ, ജോയിൻ ചെയ്യൂ. പ്ലേ ഫെല്ലോസ് മീൻസ് എന്താണ്? കൂട്ടുകാരുടെ കൂടെ ചേരൂ. എവിടെ? ഇൻ ദ സ്ട്രീറ്റ്, ആ ഒരു സ്ട്രീറ്റിൽ, തെരുവിൽ. എന്നിട്ട് എന്താണ്? കളിക്കാനാണ് ഉദ്ദേശിക്കുന്നത്, ഹാപ്പി ആയിട്ടിരിക്കൂ എന്നുള്ളതാണ് പറയുന്നത് കേട്ടോ. ഗേൾസ് ആൻഡ് ബോയ്സ് എന്ന് റിപ്പീറ്റ് ചെയ്യുന്നുണ്ട്, ആ ഒരു ലൈന് റിപ്പീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ ഇത്രയാണ് നമ്മളുടെ ഈ ഒരു പോം ഉള്ളത്. സോ ഈ ഒരു ക്ലാസ് നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് തന്നെ സപ്പോർട്ട് ചെയ്യാനും മറക്കില്ലേ. സീ യു വിത്ത് അനദർ വീഡിയോ. താങ്ക്സ് ഫോർ വാച്ചിങ്.